പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ ഒടുവിൽ മല്ലികയ്ക്ക് മുൻപിൽ പ്രതിഭ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ പ്രതിഭ തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രതിഭ അറിയാതെ രഹസ്യ അറയിലേക്ക് കടക്കുന്ന മല്ലിക അവിടെയുള്ള ഫയലുകളെല്ലാം പരതുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന അനുമോൾ ഉടൻ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം പ്രതിഭയെ അറിയിക്കുന്നതിനായി തീരുമാനമെടുക്കുന്നു. എന്നാൽ പ്രതിഭ വിനയനെ കാണുന്നതിനായി പോയേക്കുകയായിരുന്നു. എന്നാൽ വിനയൻ പ്രതിഭ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്നും പ്രതിഭയുടെ സ്വഭാവമെല്ലാം തനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിനെ തുടർന്ന് വിനയനെ 2 ദിവസം കൊണ്ട് മല്ലിക ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ താൻ എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറാവുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് താൻ എന്തായാലും വിനയനെ കാണാൻ ഇനി വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്ന പ്രതിഭ പക്ഷേ തന്റെ സ്നേഹം ഒടുവിൽ വിനയൻ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയും തന്റെയും മല്ലികയുടെയും പ്രശ്നങ്ങൾ വിനയൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോകുന്നു. ഇതേ തുടർന്ന് അവിടെ എത്തുന്ന അനുമോൾ പ്രതിഭയെയും കൂട്ടിക്കൊണ്ട് മല്ലികയുടെ അടുത്തേക്ക് ചെന്നതിനെ തുടർന്ന് മല്ലിക ഫയലുകളുമായി പോകുന്നത് കൈയോടെ പ്രതിഭ പിടികൂടുന്നു. ഫയലുകളിലെല്ലാം മല്ലികയ്ക്ക് എതിരായ തെളിവുകളാണ് എന്നും അത് എടുത്തുകൊണ്ടു പോകാൻ താൻ സമ്മതിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന പ്രതിഭ മല്ലിക ഈ പ്രവൃത്തിയോടെ കൃഷ്ണദാസിനെ കൊന്നതിൽ മല്ലികയ്ക്ക് പങ്കുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് മല്ലികയെ ഞെട്ടിക്കുന്നുവെങ്കിലും മല്ലിക അവിടെ നിന്ന് പോകുകയും വിനയന്റെ അടുത്ത് ചെന്ന് കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് മനുവിനെ പ്രകോപിപ്പിക്കും എന്നുള്ള കാര്യം മല്ലികയോട് വിനയൻ പറയുന്നുവെങ്കിലും അതൊന്നും കാര്യമായി എടുക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക പ്രതിഭയുടെ കാര്യങ്ങൾ പറയുകയും പ്രതിഭ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസൊക്കെ നടത്തുന്നത് എന്നും യഥാർത്ഥത്തിൽ അവൾക്ക് സ്വത്തിൽ യാതൊരു അവകാശവുമില്ല എന്ന് മല്ലിക പറയുന്നു. മല്ലിക പറയുന്നതിനോട് പൂർണ്ണമായും വിനയൻ യോജിക്കുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന മനു മല്ലികയുടെ അടുത്തേക്ക് ചെന്ന് എന്തിനാണ് അവനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് താൻ ചെയ്യുന്നതിൽ കൃത്യമായ കാര്യം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന മല്ലിക താൻ പറഞ്ഞതുകൊണ്ടല്ല മനു അഞ്ജനയിൽ നിന്ന് അകന്നത് എന്നുള്ള കാര്യം ഓർക്കണമെന്നും മനുവിന് വേണമെങ്കിൽ അഞ്ജനയുടെ അടുത്തേക്ക് തിരികെ പോകാമെന്നും വ്യക്തമാക്കുകയും വിനയനോടുള്ള തന്റെ സ്നേഹത്തിൽ യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലിക പ്രതിഭയെ ചെന്ന് കാണുകയും പ്രതിഭയോട് ഈ വീട് തന്റെ പേരിലാണ് എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ള ഭീഷണി മുഴക്കുന്നു. പക്ഷേ അത് ചെയ്ത് കാണിക്കാൻ പ്രതിഭ പറഞ്ഞതിനെ തുടർന്ന് മല്ലിക തന്റെ വാക്കു പാലിക്കുന്നു. ഒടുവിൽ മല്ലികയുടെ മുൻപിൽ പ്രതിഭ തോറ്റു പോകുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു. പ്രതിഭ തന്റെ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നത് ഭാസ്കരൻ കാണാൻ ഇടയായതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒടുവിൽ താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് എന്നും മല്ലികയാണ് അങ്ങനെ ആവശ്യപ്പെട്ടത് എന്നും വ്യക്തമാക്കുന്ന പ്രതിഭ ഇറങ്ങിക്കൊടുക്കുന്നു. Do like, share and subscribe.